ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു പായസം തയ്യാറാക്കിയാലോ. നല്ല അടിപൊളി പപ്പായ പായസം. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ പായസം കുടിക്കാൻ പറ്റിയ സമയമാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ചെറിയൊരു കാര്യം, എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഇടത്തരം പപ്പായയാണ്. ഇത് നന്നായി മുറിച്ച് വൃത്തിയാക്കി വെക്കണം. ഇതിൻ്റെ തൊലിയുടെ ഭാഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ പായസത്തിന് കയ്പ്പ് രസം വരുന്നതാണ്. പിന്നെ വേണ്ടത് 2 സ്പൂൺ ചവ്വരി വേവിച്ചതാണിത്, അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി തോന്നുന്നത്. പിന്നെ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, ഇത് 3 ക്യൂബ് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്കായ, ഒരു പിഞ്ച് ഉപ്പ്, നെയ്യ്. ഇനി ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് പപ്പായ പായസം റെഡിയാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം പപ്പായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അരച്ചെടുത്ത് വരാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായാൽ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഏത് പാത്രമാണെങ്കിലും എടുക്കാം. ഞാൻ ചെറിയ പാത്രം ആയതുകൊണ്ട് കുക്കറാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് പപ്പായ അരച്ച് വെച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി അരച്ചെടുത്ത പപ്പായാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ശർക്കരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. പപ്പായക്ക് അധികം വേവില്ലാത്തതാണ്. ഇതിപ്പോൾ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ശർക്കര ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ശർക്കരയും പപ്പായയും നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇത് നന്നായി കുറുക്കിയെടുക്കാം. നല്ലപോലെ മിക്സ് ആവട്ടെ. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. പപ്പായക്ക് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ചവ്വരി ആദ്യം വേവിക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരട്ടെ. ആദ്യം വേവിച്ച് വെച്ചത് കൊണ്ട് ഇത് കട്ട പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച ഏലക്കായയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കുറുകി നല്ല ഉഷാറായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് ഓഫാക്കാം. ഒന്നാം പാൽ ചേർത്താൽ ഓവറായി തിളക്കാൻ പാടില്ല. അപ്പോൾ നല്ല അടിപൊളി പാകത്തിന് വന്നിട്ടുണ്ട്. ചവ്വരിയും പപ്പായയും ശർക്കരയും എല്ലാം നന്നായി മിക്സായി നല്ല അടിപൊളി പായസമായി വന്നിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും റൈസിൻസും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ ചെറുതായിട്ട്. ഇതൊക്കെ അരിക് തിളച്ച് വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. അങ്ങനെ അടിപൊളി പപ്പായ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയുള്ള ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ പറ്റിയ ടൈമാണിത്. ഇന്നിവിടെ ഓറഞ്ച് അലർട്ടൊക്കെയാണ്. അത്യാവശ്യം മഴയും ഉണ്ട്. രാവിലെ മുതൽ മഴയും ഉണ്ട്. നല്ല ടേസ്റ്റി ആയ പായസമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.